ഹലോ നമസ്കാരം. ചേലേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഞാനുള്ളത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ചേലേരി എന്ന് പറയുന്നത് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മാറി കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് വരും കേട്ടോ. കണ്ണാടിപ്പറമ്പിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ കാണും. ബസ് റൂട്ടാണ്. അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് അവിടുത്തെ പൂജാരി പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് വരുന്ന ഉത്സവം പ്രതിഷ്ഠാദിന മഹോത്സവം തന്നെയാണ്. അതുകൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണല്ലോ, അപ്പോൾ സുബ്രഹ്മണ്യ ഭക്തർക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തൈപ്പൂയം. അത് കേരളത്തിൽ അങ്ങനെ വളരെ എനിക്ക് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കാറുണ്ട്. മാത്രവുമല്ല, നമ്മൾ തിടമ്പ് നൃത്തം ക്ഷേത്രത്തിൽ നമ്മളെപ്പോഴും കാണാറുള്ളതല്ലേ. ഇവിടെ 4 തിടമ്പുകൾ ഒന്നിച്ചുള്ള തിടമ്പ് നൃത്തം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഞാൻ അവിടെയാണ് ആദ്യം പോയത് കേട്ടോ. സുബ്രഹ്മണ്യനെ കൂടാതെ അവിടെ ഗണപതിയുടെ പ്രതിഷ്ഠ കൂടെയുണ്ട്. പിന്നെ അവിടെ നിന്ന് എനിക്ക് പ്രസാദമൊക്കെ തന്നത് കാരണമാണ് ഞാൻ പുറത്തേക്ക് വന്ന് പ്രസാദം വെളിയിൽ വെച്ചിട്ടാണ്. മറ്റ് 2 മെയിൻ പ്രതിഷ്ഠ വരുന്നത് മഹാവിഷ്ണു പിന്നെ നരസിംഹമൂർത്തിയുമാണ്. അപ്പോൾ ആക്ച്വലി സുബ്രഹ്മണ്യ ദർശനം കഴിഞ്ഞ് നമുക്ക് മഹാവിഷ്ണുവിനെയും നരസിംഹമൂർത്തിയെയും അതിന് ഉള്ളിൽ തന്നെ വഴികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വന്ന് തൊഴാം. പക്ഷെ ഞാൻ ഈ പ്രസാദം കിട്ടിയത് കൊണ്ട് അത് പുറത്ത് വെച്ചെന്ന് മാത്രം. അതുപോലെ തന്നെ മഹാവിഷ്ണു നരസിംഹമൂർത്തിയുടേതാണെങ്കിലും ഈ 2 ശ്രീകോവിലും ഒരു വൃത്താകൃതിയിലാണ് കേട്ടോ അതുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ വളരെ സ്പേഷ്യസ് ആണ്. അങ്ങനെ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു അമ്പലമേ അല്ല ഇത്. വളരെ പീസ്ഫുള്ളി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. നമുക്ക് കണ്ണൂരിലുള്ള കുറേ പേർക്കൊക്കെ ഈ അമ്പലത്തിനെക്കുറിച്ച് അറിയുമായിരിക്കും. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്നെപ്പോലെ അമ്പലങ്ങളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ്. ശരിക്കും വലിയൊരു അമ്പലമാണ് കേട്ടോ ഇത്. ആ ഒരു അമ്പല സമുച്ചയത്തിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതിൽ നിന്നൊക്കെ മാറി കുറച്ച് മുന്നോട്ടായിട്ടാണ് വനശാസ്താവ് വരുന്നത് കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ അവിടെയും കൂടെ ദർശനം ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.